we have to do? What is the next step that we have to do? We will have to substitute. If we are substituting, initial momentum is 0, final momentum is actually momentum of the gun plus momentum of the bullet, isn't it? Isn't it? Yes. Then we could write momentum of the bullet is equal to minus of momentum of the gun. I could write it like this also. Okay. Can I write like this? സാറാ ഒന്നുകൂടി പറഞ്ഞിട്ടു. എടാ ഇത് ഇവിടുന്ന് ഈ ബുള്ളറ്റിന്റെ അടുത്തുള്ള LHS RHS കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ഉള്ള സൈന് മൈനസ് ആയി അല്ല ആ ഇനിയിപ്പം ഇങ്ങനെ എഴുതണ്ട. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു കുഡ് റൈറ്റ് ലൈക്ക് ദിസ് ഓൾസോ. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാറേ എഫ് ബേസിക്കലി 0 വരില്ലല്ലേ? എഫ് എക്സ്റ്റേണൽ 0 വരും. എന്തുകൊണ്ടാ? നീ അത് വരില്ല എന്ന് പറയാൻ കാരണം എന്താ? അതല്ല സാറേ പി ഐ 0 ആണെങ്കിൽ മറ്റേ 0 ആണല്ലോ അറിയുന്നു. അതായത് what we are going to do over here is we have to analyze is this an isolated system or not. Isolated system means the external force should be 0. The firing of gun is due to internal force. ആ ഗൺ ഫയർ ചെയ്യുന്നത് ആക്ച്വൽ ആയിട്ട് ഇന്റേണൽ ഫോഴ്സ് കാരണമാണ് അല്ലേ? ശരിയാണോ? അതായത് നമ്മൾ ആ ട്രിഗർ പിടിച്ചു വലിക്കുക എന്ന് പറയുന്നത് ട്രിഗറിനെ ശക്തിയിൽ പിടിച്ചു വലിച്ചാൽ ബുള്ളറ്റ് ശക്തിയിൽ നീങ്ങുക, ട്രിഗർ മെല്ലെ പിടിച്ചു വലിച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് മെല്ലെ നീങ്ങുക, അങ്ങനെയാണോ? അല്ല. അപ്പൊ അതിന് മുന്നേ തന്നെ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഗണ്ണിന്റെ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണോ അതിനനുസരിച്ച് അതിൽ എക്യുപ്ഡ് ആണ്. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള നമ്മൾ കാണുന്ന എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് കാണുന്ന ഗണ്ണൊക്കെ ലോഡ് ചെയ്യുന്ന ഗണ്ണായിരിക്കും. ഇനി നിങ്ങൾ കാണുന്ന ചില റിവോൾവേഴ്സ് ഒക്കെ അങ്ങനെ പിടിച്ച് ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ? അങ്ങനെ പിടിച്ച് ലോഡ് ചെയ്യും. പിന്നെ ചില ഗണ്ണൊക്കെ എന്ത് ചെയ്യുന്ന എയർ ഗണ്ണ് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഗണ്ണാണ്, അതിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ലോഡ് ചെയ്യും. അവിടെയൊക്കെ എന്താ ചെയ്യുന്ന പറഞ്ഞാല് സ്പ്രിങ് ഉണ്ട്, ഒരു സ്പ്രിങ് സിസ്റ്റം അതിന്റെ ഉള്ളിലുണ്ട്. ആ സ്പ്രിങ് സിസ്റ്റത്തിനുള്ളില് എന്താണ് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഇലാസ്റ്റിക് എനർജിനെ ഉണ്ടാക്കുകയാണ്, ഇലാസ്റ്റിക് എനർജി. എന്നിട്ട് ആ ഇലാസ്റ്റിക് എനർജിയാണ് പിന്നെ എന്തായിരുന്നു കൈനറ്റിക് എനർജിയായി മാറുന്നത്. ഇനി നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ഗൺസ് ഒക്കെ ആണെങ്കിൽ ആ ഗണ്ണിന്റെ എടുത്തുമ്പോൾ എന്ത് ചെയ്യുന്ന ചില ടൈപ്പ് ഗണ്ണ് കേട്ടോ, എല്ലാ ഗണ്ണുകളല്ല, ആ ബുള്ളറ്റില് ഇവിടെ എന്ത് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പാർട്ടില് എന്ത് ഉണ്ടാവും, ഒരു എക്സ്പ്ലോസീവ് ഉണ്ടാവും, ഒരു എക്സ്പ്ലോസീവ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് പാർട്ടിലുള്ള എക്സ്പ്ലോസീവ് എന്ത് ചെയ്യും, അങ്ങോട്ട് ബേസ്റ്റ് ചെയ്യും. ബേസ്റ്റ് ചെയ്യുമ്പം ആ എക്സ്പ്ലോസീവ് ബേസ്റ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ആ ഒരു സഡൻ ത്രസ്റ്റ് ഈ ബുള്ളറ്റിന് മുന്നോട്ട് നീക്കും. അങ്ങനെയായിരിക്കും വേറെ ടൈപ്പ് ഗണ്ണിന്റെ ഒക്കെ മെക്കാനിസം. എന്തായാലും എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാ? External force 0. There is no external force. We can definitely say then the initial moment of the system should be equal to initial final moment of the system. That is, I'm not speaking about the gun alone, I am speaking about the system. That is the gun plus bullet. So the initial momentum of the system is equal to final momentum of the system. Then I could say initial momentum is 0, 0 is equal to momentum of final momentum is momentum of gun plus momentum of bullet. That is momentum of gun plus momentum of bullet. Then I could say if I am taking this momentum of bullet to this side, endu vena cheyyam, edu vena edukam. Momentum of bullet is taken to the side, it will become negative is equal to momentum of gun. Can I write like this? Can I write like this? നമുക്ക് നേരിട്ട് എഴുതിക്കൂടെ? നേരിട്ട് എഴുതാം. തേർഡ് ലോ വെച്ചിട്ട് നേരിട്ട് എഴുതാം. പക്ഷെ എന്ത് ചെയ്യുന്നാൽ നമ്മളിവിടെ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഗൺ ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ബുള്ളറ്റ്. മൊമെന്റ് ഓഫ് ഗണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വെച്ചാൽ മൊമെന്റ് ഓഫ് ഗണ്ണിനെ ഇറ്റ് കുഡ് ബി റിട്ടൺ ആസ് capital M into capital V. Can I? Moment of bullet, there's a negative sign. Moment of bullet is written as small m into small v. Then we will get an answer for recoiling velocity as minus small mv by capital M. Minus small mv by capital M. Can we get a relation like this? Can we obtain a relation like this? Yes. What's this capital V? What is this capital V? Capital V is actually
recoiling velocity, that's the velocity with which the gun backfires, recoil. It's equal to minus mv by m. അല്ലേ? കുഴപ്പമുണ്ടോ? ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു മൂവി കാണുന്ന സമയത്ത് ഹീറോയോ വില്ലനോ എന്തായാലും അയാൾ ഒരു ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ കൈ ഇങ്ങനെ ബാക്കോട്ടേക്ക് നീങ്ങുന്നുണ്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്താ ഷൗട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ തിയേറ്ററിലെറ്റാണ് വിചാരിച്ചോ. ഇഫ് യു ആർ ഇൻ എ ഫിലിം തിയേറ്റർ, യു ജസ്റ്റ് ഷൗട്ട് മൈനസ് എം വി ബൈ എം. വാട്ട് ഷുഡ് ബി ഷൗട്ട്? മൈനസ് എം വി ബൈ എം. അല്ലെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഫാദറിനെയോ മദറിനെയോ ഇനിയിപ്പോ സിസ്റ്ററോ ബ്രദറോ ഉണ്ടെങ്കിൽ ഓരെ വിളിച്ചിട്ട് വെറുതെ സൈഡിൽ കടാക്കണം. നമ്മൾ എന്ത് പറയാം? വി ഈക്വൽ മൈനസ് എം വി ബൈ എം എന്ന് പറയാം. സ്മോൾ എം എന്താ? സ്മോൾ എം എന്താ? Small m is mass of the bullet. They'll definitely they won't ask you the terms, but you can say small m is mass of bullet, small v is the velocity of bullet, capital M is the mass of gun. അല്ലേ? കുഴപ്പമുണ്ടോ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു റിവോൾവർ ഉപയോഗിച്ച് ഫയർ ചെയ്യില്ലേ? ഒരു റിവോൾവർ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് they are casually holding it like this. അങ്ങനെ കാഷ്വൽ ആയിട്ട് ഹോൾഡ് ചെയ്യും. അങ്ങനെ ആക്ച്വൽ ആയിട്ട് പോസിബിൾ ഒന്നല്ല കേട്ടോ. എന്തായാലും കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യും. പക്ഷേ ഇഫ് ദേ ആർ യൂസിങ് എ മച്ച് മോർ ഗുഡ് ഗൺ, ദേ വിൽ ബി ഹോൾഡിങ് ദാറ്റ് ഗൺ ടൈറ്റ് ടു ദ ഷോൾഡർ. ഷോൾഡറിന്റെ മേലെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കും അല്ലെ? കുറച്ചുകൂടി വലിയ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷോൾഡറിന്റെ മേലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കും. ഹാവ് യു സീൻ ഇറ്റ് ഇൻ മൂവീസ്? അതല്ല, ഒരു ഷാർപ്പ് ഷൂട്ടർ ഒരു ബിൽഡിംഗിൽ നിന്ന് വേറെ ബിൽഡിംഗിൽ ഒരാളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ അയാൾ ആ റിവോൾവർ ഉപയോഗിച്ച് ഫയർ ചെയ്യലിൽ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ മലയാളം സിനിമയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ റിവോൾവർ ഉപയോഗിച്ച് ഫയർ ചെയ്യാൻ നോക്കും. പക്ഷെ ഒരു ബിൽഡിംഗ് തൊട്ടടുത്ത ബിൽഡിംഗിലേക്കുള്ള സ്നൈപ്പർ ഗൺ ഒക്കെ ആണെങ്കിൽ they will be putting it over a stand. ഒരു സ്റ്റാൻഡിന്റെ മേലേക്ക് വെച്ചിട്ട് ആ സ്റ്റാൻഡ് ഒക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് എന്നിട്ട് ഓരിങ്ങനെ കിടന്നിട്ടൊക്കെ ഫയർ ചെയ്യുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? What's the reason behind that? The reason behind that is റിവോൾവറിന്റെ ബുള്ളറ്റ് സ്പീഡ് വളരെ ചെറുതാണ്. റിവോൾവറിന്റെ ബുള്ളറ്റ് സ്പീഡ് വളരെ ചെറുതാണെങ്കിൽ റിവോൾവറിന് റീകോയിലിംഗും വളരെ കുറവായിരിക്കും. നമ്മളെ തേർഡ് ലോ പറയുന്ന മാതിരി തന്നെ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് സ്പീഡ് കൂടുതലുള്ള ഗണ്ണിന് റീകോയിലിംഗും കൂടുതലായിരിക്കും. നോർമലി ദ ഗൺസ് ആർ ഹെവിയർ ദാൻ വി ആർ ആക്ച്വലി എക്സ്പെക്ടിങ്. നമ്മളൊരു മ്യൂസിയത്തിലൊക്കെ പോയിട്ട് തന്നെ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷൻ എക്സിബിഷനിലൊക്കെ പോയിട്ട് ഒരു ഗണ്ണിനൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഗണ്ണിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാസ് ഉണ്ടാവും. എന്തിനാ? ഇഫ് യു ആർ ഇൻക്രീസിങ് ദ മാസ് ഓഫ് ദ ഗൺ, യു ക്യാൻ ഡിക്രീസ് ദ റീകോയിലിംഗ് വെലോസിറ്റി. ഗണ്ണിന്റെ മാസ് കൂട്ടുന്നതനുസരിച്ച് റീകോയിലിംഗ് വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വന്നു വിചാരിച്ചു. നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നാല് നിങ്ങളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ ആണുള്ളത്. ഷോപ്പിംഗ് മാളില് അവിടെ ടെററിസ്റ്റ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു. ആ ടെററിസ്റ്റിന്റെ ഒരാളെ ഗണ്ണ് അവിടെ നിലത്ത് വീണ് കിടക്കേണ്ടി വരിച്ചു. നല്ല പവർ കൂടിയ ഒരു ഗണ്ണ് നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗണ്ണ് എടുത്തിട്ട് ടെററിസ്റ്റിനെ ഫയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടെററിസ്റ്റ് ചാവില്ല, ചിലപ്പോൾ നിങ്ങൾ ചാവും. എങ്ങനെ? ആ ഗണ്ണ് അത്യാവശ്യം നല്ല ബുള്ളറ്റ് സ്പീഡ് ഉള്ള ഒരു ഗണ്ണൊക്കെ ആണ് വെച്ചു. ബുള്ളറ്റ് സ്പീഡ് ഉള്ള ഗണ്ണാണെങ്കിൽ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾ കാഷ്വൽ ആയിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഫയർ ചെയ്യാൻ നോക്കി. ഇങ്ങനെയൊക്കെ പിടിച്ച് ഫയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗണ്ണിന് നല്ല റീകോയിലിംഗ് ഉണ്ടാവും. ആ റീകോയിലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഗണ്ണ് വന്നിട്ട് നേരെ നിങ്ങൾ തലക്കൊക്കെ എടുക്കും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ എത്തും. ആ ഗണ്ണിന്റെ റീകോയിലിംഗ് കാരണം നിങ്ങളെ എയിം തെറ്റിപ്പോയിട്ട് ചിലപ്പോൾ അയാളെ ആവൂല. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോ NCC എന്താണ് അങ്ങനത്തെ കുറെ ഇതിലൊക്കെ ട്രെയിനിങ്ങിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ they'll teach you how to hold the gun. Why the gun is held tight to the shoulder while firing? ഇനിയിപ്പം റിവോൾവർ ആണ് വിചാരിച്ചു. റിവോൾവർ ഉപയോഗിച്ച് ഫയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹോൾഡ് ദാറ്റ് റിവോൾവർ വിത്ത് യുവർ 2 arms. എന്തുകൊണ്ടാ? റിവോൾവറിനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളെ കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ബുള്ളറ്റ് ആണ് പോകുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ഹാവ് എ സഫിഷ്യന്റ് വെലോസിറ്റി. ഇഫ് ഇറ്റ്സ് ഹാവിംഗ് എ സഫിഷ്യന്റ് വെലോസിറ്റി there will be a sufficient recoil. ആ റീകോയിൽ വഴി ചിലപ്പോൾ നിങ്ങൾ താഴേക്ക് വീണു എന്നുള്ള ഞാൻ പറയുന്നത്. പക്ഷെ എയിം തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഹോൾഡ് ഇറ്റ് വിത്ത് 2 hands അല്ലെ? നമ്മൾ കോമൺ മാൻ. ഇനി ഒരു കുറച്ചുകൂടി ബുള്ളറ്റ് സ്പീഡ് കൂടിയ ഗണ്ണിനെ ഷോൾഡറിന്റെ മേലെ ടൈറ്റ് ആക്കി പിടിക്കുന്ന എന്തിനാ? If you are holding the gun tight to the shoulder, what's happening is
and your gun is making as a single system. നിങ്ങൾ ഗണ്ണിനെ ഷോൾഡറിന്റെ മേലെ ടൈറ്റ് ആക്കി പിടിക്കുകയാണെങ്കിൽ നിങ്ങളും ഗണ്ണും കൂടി ഒരു സിംഗിൾ സിസ്റ്റമായി മാറും. നിങ്ങളും ഗണ്ണും കൂടി ഒരു സിംഗിൾ സിസ്റ്റമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്പൈൻ മാസ് ഇൻക്രീസ് ചെയ്തു. കമ്പൈൻ മാസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീകോയിലിംഗ് കൺസിഡറബിളി നല്ലോണം കുറയ്ക്കാം, കുറച്ചുകൂടെ. പിന്നെ ഷോൾഡറിന്റെ മേലെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഹ്യൂമൻ ബോഡിക്ക്. അതുകൊണ്ട് ഇനി അതിനേക്കാൾ ബുള്ളറ്റ് സ്പീഡ് കൂടിയ ഗണ്ണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? ഒരു സ്റ്റാൻഡ് ഒന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിലത്ത് കിടന്നിട്ട് ഷോൾഡറിന്റെ മേലേക്ക് വെച്ചിട്ട് ഫയർ ഉണ്ട്. നിങ്ങൾ മൂവിയിലൊക്കെ കണ്ടില്ലേ? കണ്ടുണ്ടോ? സ്നൈപ്പർ ഗണ്ണിന് എന്തിനാ സ്റ്റാൻഡ് ഒക്കെ വെക്കുന്നത്? സ്നൈപ്പർ ഗണ്ണിന്റെ ബുള്ളറ്റ് സ്പീഡ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ദൂരത്തേക്ക് ടാർഗറ്റ് ദൂരത്തേക്ക് എത്തുന്നതനുസരിച്ച് അതിന്റെ ആക്യുറസി ഭയങ്കര ഷാർപ്പ് ആക്യുറസി ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റാൻഡിന്റെ മേലെ വെച്ചിട്ട് നല്ല സ്ക്രൂ ഒക്കെ ചെയ്തിട്ട്, താഴെയൊക്കെ സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും നല്ല സിസ്റ്റം ആയിട്ട് വെച്ചിട്ടൊക്കെയാണ് ഫയർ ചെയ്യുന്നതെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുന്ന അതിന്റെ റീകോയിലിംഗ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് റീകോയിലിംഗ് ഓഫ് എ ഗൺ? Did you understand this recoiling of a gun situation? Yes, sir. What's the formula that we have Yes, sir. to learn for recoiling velocity? What's the formula that we have to learn? V is equal to minus. Minus Capital mv V is by equal to minus mv by m. What is this negative sign indicating? What is this negative sign indicating? In this case, the negative sign Opposite direction. the recoiling Opposite velocity is direction. the opposite direction of the bullet velocity. ബുള്ളറ്റിന്റെ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് റീകോയിലിംഗ് വെലോസിറ്റി എന്നാണ് നമ്മളുടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Is that clear? Is it clear to you? Yes, sir. Yes, sir. Therefore, Yes, this sir. is an excellent example of the law of conservation of momentum. Okay, clear. Then now we know what's law of conservation of momentum. നമ്മളിപ്പോ എന്താ ചിന്തിക്കേണ്ടത്? ഈ രണ്ട് എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കാണുന്ന പല സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും അധികം ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റ് വാലിഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ നിങ്ങളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ് നിങ്ങളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിലേക്ക് കയറി വരും. ഡെയിലി ലൈഫ് സിറ്റുവേഷനിലേക്ക് ഫിസിക്സ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഫിസിക്സിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും ചെയ്യും. ഫിസിക്സിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത് കൂടാതെ അതിനാണ് ആക്ച്വലായിട്ട് നിങ്ങൾ സയൻസ് പഠിക്കും. അതിനാണ് ആക്ച്വലായിട്ട് നമ്മൾ സയൻസ് പഠിക്കും. ഓക്കെ, therefore let's speak about friction. Next we are going to speak about friction. Friction എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? Did you learn a statement that is friction is a necessary evil? Have you learned a statement which is friction is a necessary evil? If you haven't learned that statement, that is a true statement. Friction is often called as a necessary evil. What is friction? It is the resistive force between two substances which are in motion or tend to move. If two substances are having a relative motion, or if any one of the substances tending to move, then the resistive force acting over the surface of the two substances in contact is called friction. Okay, that's the actual term which is friction. Can you say some situation in which we are having friction? Walking. Walking, there is friction. We are able to walk because of friction. നമ്മൾ വിചാരിക്കും ഫ്രിക്ഷൻ വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ഫ്രിക്ഷൻ is actually helping you. That is, you just imagine a situation where you are in a floor which is having marble. അതായത് മാർബിൾ ഫ്ലോർ അല്ലെ ഗ്രാനൈറ്റ് ഫ്ലോർ ഇട്ടാണ് വിചാരിച്ചു. ആ മാർബിൾ ഫ്ലോർ അല്ലെ ഗ്രാനൈറ്റ് ഫ്ലോറിലേക്ക് നിങ്ങൾ ഒരു 2 ലിറ്റർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഓടാൻ നോക്കുക. എന്ത് ചെയ്യും? If you are trying to run over that floor, will you be able to run fast? No. You won't be able to walk fast, or sometimes you won't be able to stand there and move.
അതായത് ചില സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഐസ് സ്കേറ്റിംഗ് ഐസിന്റെ ഫ്ലോറിന്റെ മേലേക്ക് ഐസ് സ്കേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ നിൽക്കാൻ നോക്കുന്നൊക്കെ ഉണ്ടോ. ഇനി ചില ആൾക്കാർ, നിങ്ങളിൽ ചില ആൾക്കാർ ചിലപ്പം എന്ത് ചെയ്യുന്നറിഞ്ഞാല് നമ്മളെന്താ സ്കേറ്റിംഗ് ഷൂ ഇല്ലേ, സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് ആ സ്കേറ്റിംഗ് ഷൂ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നടക്കാൻ നോക്കുമ്പോഴേക്ക് വീണു. അതൊക്കെ എന്താ, അപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഇയാളെ ഹെൽപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. ഫ്രിക്ഷന്റെ friction is required for walking, running and all. Okay, for walking, running, for gripping substance. ഞാനിപ്പം ഇതിന്റെ മേലെ എഴുതണമെങ്കിൽ I need friction. In order to grip this pen, I require friction. Walking, running, gripping, for holding something and all, we require friction, isn't it? Therefore, friction is necessary. But in machinery parts, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചില സ്കൂളിലെ ചില ഫാനുകളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ എന്നൊരു സൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ലെ, ഉണ്ടോ? അതേപോലെ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യുന്നാല് നമ്മളുടെ വെഹിക്കിളൊക്കെ, നമ്മളൊരു വണ്ടിയൊക്കെ ഇപ്പൊ നിർത്തിയിട്ടിട്ട് കുറെ കാലം നിർത്തിയിട്ടിട്ട് പിന്നെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആ തുടക്കത്തിലൊക്കെ എന്തെങ്കിലും ഒരു സൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം friction is causing wear and tear in moving parts of machines. Machines in the moving parts il friction oru evil aanu. Friction endu cheyinde, wear and tear undakkundu. Is it clear? Therefore, friction is necessary in some situations, but friction is evil in some situations. That's why we are calling friction as a necessary evil. Can you suggest some methods for reducing friction? What are some common methods for reducing friction? Polishing. Lubricants. Polishing the surface. Lubrication. They are good method for reducing friction. Alle? Friction കുറയ്ക്കാനുള്ള മെത്തേഡുകളാണ് എന്ത്, പോളിഷിംഗ് ദ സർഫസ്, ലൂബ്രിക്കേഷൻ ഒക്കെ അല്ലെ ആണ്. ഇനി നമ്മളിപ്പം ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റോഡില്ലേ, റോഡ് നമുക്ക് ഗട്ടറിലുള്ള റോഡ് നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള റോഡ് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അതായത് റോഡ് ഗട്ടർ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി, പക്ഷെ അത് വളരെയധികം സ്മൂത്ത് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ചോ. കുറച്ചു കാലം മുന്നേ റബ്ബറൈസ്ഡ് റോഡൊക്കെ ഉണ്ടാക്കാം, റബ്ബറിനെ മിക്സ് ചെയ്തിട്ട്, ടാറിന്റെ കൂടെ റബ്ബറിനെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള റോഡൊക്കെ ഉണ്ടാക്കാം. അതിൽ ചില റബ്ബറൈസ്ഡ് റോഡിലൊക്കെ എന്ത് ചെയ്യുന്നാല് പിന്നെ അവര് അത് JCB ഉപയോഗിച്ച് മാന്തി എടുത്തിട്ട് പിന്നെയും റീകൺസ്ട്രക്ട് ചെയ്യേണ്ടൊക്കെ വന്നു. കാരണം അത് ഓവർ സ്മൂത്ത് ആയിപ്പോയി. ഓവർ സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്താ, ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡന്റ്സിനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ആണ്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഫ്രിക്ഷൻ വേണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അതായത് ഇപ്പം ഒരു റോഡ് വർക്ക് നല്ലതാണോ എന്നുള്ളത് ഒരു എഞ്ചിനീയർ വന്ന് സെലക്ട് ചെയ്യുമ്പം അതിന്റെ സ്മൂത്ത്നെസ് മാത്രമല്ല നോക്കുക, അതിന്റെ റഫ്നെസ്സും കൂടി നോക്കും. ഒരു മിനിമം എമൗണ്ട് ഓഫ് റഫ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ റോഡ് നല്ലൊരു റോഡാവുള്ളൂ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നറിഞ്ഞാല് പോളിഷിംഗ് എന്ന് പറയുന്നത് ഫ്രിക്ഷനെ കുറയ്ക്കും, ലൂബ്രിക്കേഷൻ ഫ്രിക്ഷനെ കുറയ്ക്കും. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞില്ല എന്ത്, അതൊരു ഫ്ലോറിന്റെ മേലെ നമ്മൾ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറയും. അതിനാണ് എഞ്ചിൻ ഓയിൽ ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെ. മെഷീൻസിലും അതേമാതിരി തന്നെ വെഹിക്കിൾസിലൊക്കെ ഒരു റെഗുലർ പീരീഡിൽ എഞ്ചിൻ ഓയിൽ ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലാണ് സൗണ്ട് കൂടുതൽ അല്ലെ. അപ്പൊ ഫാനിലൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്ന ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ അല്ലേ, അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ട ഏറ്റവും നല്ല, what's the best method for decreasing that sound? Lubrication അല്ലെ. അവിടെ നമുക്ക് അവിടെ എത്താൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് ഒക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഫ്രിക്ഷൻ ഉണ്ട്. എയർ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ചെറിയ സാധനമല്ല. എയർ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഫ് യു ആർ സീയിങ് എ ട്രക്ക് ആൻഡ് എ sports car, are they having same shape? Truck and a sports car, are they having same shape? No sir. Having a rectangular box shape means sports car will have a streamlined shape. Streamlined shape എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് സൈഡ് വളരെ കൂർത്തിട്ടൊക്കെ ആയിരിക്കും അല്ലെ, ആണോ? അപ്പം streamlined shape ആണെങ്കിൽ streamlining is the method for decreasing air friction. Streamlining.
സ്ട്രീം ലൈൻ ഷേപ്പ് ഉണ്ടാക്കാം, മുന്നിലേക്ക് ഭയങ്കര കൊടുത്തിട്ട്. നിങ്ങളിപ്പം എന്ത് ചെയ്യാം, നമ്മളിപ്പം റാഫേൽ വിമാനം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ റാഫേൽ വിമാനത്തിന്റെ ഷേപ്പ് നോക്കി നോക്ക്, എങ്ങനെയാ മുന്നിലേക്ക് കൂർത്തിട്ടൊക്കെ. അപ്പൊ സ്ട്രീം ലൈനിങ് ഇസ് അനദർ മെത്തേഡ് ഫോർ റിഡ്യൂസിങ് ഫ്രിക്ഷൻ. അടുത്ത വേറൊരു മെത്തേഡ് എയർ കുഷനിങ്. എയർ കുഷനിങ്, ദാറ്റ് is friction a non-contact force or a contact force? Contact force. Friction is a contact force. Friction is a contact force ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാല് നമ്മള് ദാ ഈ ഒരു ബ്ലോക്കിനെ ഈ ടേബിളിന്റെ മേലെയാണ് ഹോൾഡ് ചെയ്യുന്ന വിചാരിച്ചു. ഈ ഒരു ടേബിളിന്റെ മേലെ ഈ ബ്ലോക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ടേബിളിന്റെ മേലെ കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ഇട്ടിട്ട് ആ ഹോൾസിലൂടെയൊക്കെ എയർ മേലോട്ടേക്ക് പമ്പ് ചെയ്ത് വിചാരിച്ചു. എയർ മേലോട്ടേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എയർ എന്ത് ചെയ്യുന്നാല് ഈ ടേബിളും ഈ ഒരു ബ്ലോക്കും തമ്മിൽ ഒരു എയർ കുഷൻ ഉണ്ടാകും. അതായത് ഇഫ് ദ pumping of air is with a very high velocity means there will be an air cushion created between the surface and the block. അങ്ങനെയാണ് എന്ത് ചെയ്യും, കോണ്ടാക്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. പിന്നെ എയർ ഫ്രിക്ഷൻ മാത്രമല്ല, എയർ ഫ്രിക്ഷൻ വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ ഫ്രിക്ഷൻലെസ് എക്സ്പെരിമെന്റ്സ് ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്ന ഇതേമാതിരത്തെ എയർ കുഷനിങ് എന്ന് പറയുന്ന പരിപാടി എടുക്കും. ഇനി നിങ്ങൾക്ക് എയർ കുഷനിങ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ ഹാർഡ്ബോർഡ് പീസ് ഓർ സംതിങ് വിച്ച് ഇസ് ഹാവിങ് എ smooth surface, then you have to make a small hole on this circular hardboard piece, then try to put a straw over the hole, then put an inflated balloon over it, tie an inflated balloon, and the balloon is tied in such a way so that the air can go through this path. And if you are placing this over a table, ഈ മൊത്തം സെറ്റപ്പിനെ ഒരു ടേബിളിന്റെ മേലെ വെച്ച് വെച്ചു. ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലൂണിന്ന് വരുന്ന എയറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ പാസ് ത്രൂ ദീസ് പാത്ത്. Then there will be an air cushion created between what, this disc and the table. അങ്ങനെയാണെങ്കിൽ ആ ബലൂണിലുള്ള കാറ്റ് മെല്ലെ മെല്ലെയാണ് ഒഴുകി പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ അത്രയും സമയം ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന മാതിരിയാണ്, കുറച്ച് ചെറിയൊരു രീതിയിൽ. എന്നിട്ട് നമുക്ക് അതിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അത് നല്ല സ്മൂത്ത് ആയിരുന്നു. This is air cushioning. Air cushioning is another method for what, increase friction. Air cushioning is reducing friction. Okay, therefore why friction is called as a necessary evil? It's because friction is necessary for walking, running, gripping, holding, etc. Therefore it is necessary, but in moving parts of machines it will cause wear and tear. Therefore it is an evil. Okay, what are the methods for decreasing friction? The methods for decreasing friction is, as you have said, lubrication, polishing the surface, streamlining, air cushioning, etc. Is it clear? Is it clear? Yes, sir. Then we are going to analyze friction mathematically. If you are analyzing the friction, let's have a surface. Let this be our surface. Over the surface, let's imagine that we are having a substance of mass m placed. Then there is a string over here. Over this string we are applying a variable force, or we are applying a force which is increased gradually. ഒരു ടേബിളിന്റെ മേലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മാസ് വെച്ചു, എന്നിട്ട് നമ്മൾ ആ മാസിനെ പിടിച്ചു വലിച്ചു. If you are trying to pull it, initially it's not moving. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്റെ ഒരു ഹെവി ആയിട്ടുള്ള സാധനത്തിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുക, കാഷ്വലായി പിടിച്ചു വലിക്കുമ്പോൾ ഇനീഷ്യലായി ഇത് പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങും, നീങ്ങിക്കൊള്ളുന്നില്ല, ഇല്ലല്ലോ. Is that because it's fixed over there? അതവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ടാണോ അത് നീങ്ങാത്തത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ?
ഏതെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള ഒരു സാധനത്തിനെ ചെറിയൊരു ഫോഴ്സ് കൊടുത്തിട്ട് നീക്കാൻ നോക്കിയപ്പം ഇറ്റ്സ് നോട്ട് ഇനീഷ്യലി മൂവിങ്. ഇസ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഫിക്സ്ഡ് ഓവർ ദ, അതിനെ അവിടെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കി വെച്ചതുകൊണ്ടാണോ നീങ്ങാത്തത്? No, sir. Then what's the reason for that? We are applying force, but one person is applying a opposite force. Opposite force. ആരാണ് ആ ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? Friction. Therefore, if we are applying a force, if we are applying a force in this direction, there will be a force acting. പറയ്. സാറ് വരയ്ക്കുന്നൊന്നും കാണുന്നില്ല. സാറേ കാണുന്നില്ല. വരയ്ക്കുന്നത് കാണുന്നില്ല, അതായത് ടീം വരയും തന്നെ എപ്പോഴും കാണുന്നുള്ളൂ. ഷെയർ ആവുന്നില്ല, അത് ആ കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാത്രമേ കാണുന്നുള്ളൂ. ഇതുവരെയായിട്ടും അങ്ങനെയാണോ അതോ ഇപ്പൊ മാത്രമാണോ ഇത് സംഭവിച്ചത്? ലൈന് ഒരു ബോക്സ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു ലൈനും ഒരു ബോക്സും. Can you see ഒരു ബ്ലാക്ക്? now? ഇല്ല സർ. നോ സർ. No. Yes, sir. ഫസ്റ്റ് വരച്ചത് മാത്രമേ കാണുന്നുള്ളൂ, ഒരു ലൈനും മുഴുവൻ റെഡ് ബോക്സും, വേറൊന്നും കാണുന്നില്ല. Yes, sir. കാര്യം ചെയ്യാം, ഞാൻ അതിനെ ഫേസ് അതന്നെ വരച്ചേ. മൊബൈല് റേഞ്ച് ഉള്ള ഒരു സ്ഥലത്തേക്ക് വെക്കാൻ നോക്കട്ടെ, കുറച്ചുകൂടി റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക്. പീക്ക് ടൈമിലേക്ക് കടക്കുകയാണല്ലോ നമ്മളെ. Wait for 2 minutes. Can you hear my sound? Yes, sir. Yes. അപ്ഡേറ്റ് ആയതാണോ എന്ന് എനിക്കറിയില്ല. ടൈം കാണിക്കുന്നുണ്ട് ഇങ്ങനെ, പക്ഷെ വേറെ ഒന്നും മൂവ് ചെയ്യുന്നില്ല. Then let's summarize. ഇനിയിപ്പോൾ 10 minutes കൂടെ അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ what are the things that we have discussed up to this mark? Laws of motion നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? We have discussed Conservation of momentum. Law of conservation of momentum. Let's start from the first. What is the first law of motion? What is the first law of motion? Every object will continue its state of rest or of uniform motion Unless an external force acts on it. Unless an external force acts on it, isn't it? Yes. Yes. What is second law of motion? Rate of change of momentum proportional to time. Rate of change of momentum is directly proportional to applied force. Therefore, F proportional to dP by dt. And if the mass is constant, means we could write it as F is equal to ma also, isn't it? The third law of motion. Every reaction has an equal and Every opposite action reaction. has an For every action, there is an equal and opposite reaction. Can action force and reaction force cancel out each other? No, Why? Why? because they act on two different They are bodies. in opposite direction. They are in opposite direction. That is not the reason for not getting cancelled out.
They're acting on two different bodies. Two different Since they are bodies. acting on two different bodies, they are not cancelling out each other. Then what is impulse? Product of change. It's the product of force and time, and you could also write it as a large force acting in a short interval of time. Large force acting in a short interval of time. Isn't it? Yes. What's the connection between impulse and momentum? What is the connection? Impulse is change in momentum. Impulse is equal to change in momentum. Why we are lowering our hand while taking a catch? To increase the time. Increase the time. To Increase the time. contact so that the force is decreased, therefore there will be less pain. അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള റീസൺ എന്താ പറഞ്ഞാൽ കയ്യിന്റെ വേന കുറയ്ക്കാൻ വേണ്ടിട്ട്. ഒരു ഫീൽഡറോട് ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾ കൈ എന്തിനായിട്ട് ആക്കുന്ന വെച്ചിട്ട് നമ്മൾ അയാൾ പറയും കൈ വേന കുറയ്ക്കാൻ വേണ്ടിട്ട്. കൈ വേന കുറയ്ക്കുന്നതിന്റെ റീസൺ എന്താ? ഫോഴ്സ് കുറയ്ക്കുന്നതാണ്. ഫോഴ്സ് കുറയ്ക്കാനുള്ള ഇതെന്താ റീസൺ എന്താ? ടൈം ഓഫ് കോൺടാക്ട്. Then what's the reason behind an airbag? To increase the time interval. Airbag or seat belt will increase the time interval so that the force of impact is decreased and the person can be saved from that accident. Then next is law of conservation of momentum. What's law of conservation of momentum? Law of If conservation. there is no external force acting on a substance, initial momentum will be Initial momentum is equal to final Initial momentum equal to final momentum in which system? in an isolated system. Isolated system. In an isolated system, initial momentum should be equal to final momentum, and the total momentum should be Conserved. conserved. Or change in momentum should be zero. The application of law of conservation momentum can be assumed in the case of explosion of a cracker, recoiling of a gun, and in many other Collision. daily life situations, collisions and all. Collision lokke namukku idine ee കാര്യങ്ങളൊക്കെ apply ചെയ്യാം. Okay, therefore that's law of conservation of momentum. I think we have to conclude our class over here. It's because my lab has a wide screen over it and it's nothing that I can do to make that wide screen disappear. Okay, so let me conclude this. You will have to sign out. I will have to switch off my lab. Okay. Thank you, sir. Thank you, sir. Control Alt Delete. Yes. Yes. പറഞ്ഞോ. സാറേ ഈ ഗണ്ണിന്റെ സാറ് പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി ഈക്വൽ ആണ്. ഗണ്ണിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മൊമെന്റ് ആണോ പറഞ്ഞത്? ഗണ്ണിന്റെ ആ ഗൺ പ്ലസ് ബുള്ളറ്റ് സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും ഈക്വൽ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. Initial momentum of the gun plus bullet system is equal to final momentum of the gun plus bullet system. Since it is an isolated system, there is no external force acting over it. അങ്ങനെ ഞാൻ പറഞ്ഞത്. സാറേ ഇപ്പോ ഈ ഗൺ ഈ ബുള്ളറ്റ് ഇല്ലേ, അപ്പൊ ഈ ബുള്ളറ്റ് എയർ ഫ്രിക്ഷൻ കാരണം അതിന്റെ വെലോസിറ്റി കുറയൂലേ? അതായത് ബുള്ളറ്റിന്റെ കേസിലും നമ്മളുടെ ഈ ലോസ് ഓഫ് മോഷന്റെ കേസുകളിലൊന്നും we are not speaking about air friction. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നെഗ്ലക്റ്റിംഗ് എയർ ഫ്രിക്ഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഇനിയും പറഞ്ഞോ. എയർ ഫ്രിക്ഷൻ കാരണം ബുള്ളറ്റിന്റെ വെലോസിറ്റി കുറയൂലേ? അപ്പൊ അതെങ്ങനെ ഈക്വൽ ആവാ? അതായത് ലീവ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ഗണ്ണിന്ന് ബുള്ളറ്റ് ഡീഅറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുള്ളറ്റ് ഒരു സിംഗിൾ സിസ്റ്റം ആണ്, പിന്നെ ഗണ്ണ് ഒരു സിംഗിൾ സിസ്റ്റം ആണ്. പിന്നെ ആ ബുള്ളറ്റിന് ഉണ്ടാവുന്ന ഡിക്രീസ് ഇൻ വെലോസിറ്റി നമ്മളെ ഗണ്ണിനെ ബാധിക്കൂല. അത് ലീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ബുള്ളറ്റിന് ഒരു വെലോസിറ്റി കിട്ടും, ഗണ്ണിന് ഒരു വെലോസിറ്റി കിട്ടും. Further on, they are acting as two independent systems. Okay.
ആ ഇൻസ്റ്റന്റ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ലീവിങ്, അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ബുള്ളറ്റ് എവിടെയും തട്ടി നിൽക്കുന്നതിനോണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഗൺ എന്ത് ചെയ്യും? ഗൺ ഇങ്ങനെ വി വെലോസിറ്റിയിൽ ബാക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ, നമ്മൾ അതിനെ പിടിച്ച് നിൽക്കുന്നതിനോണ്ട് ഗൺ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് നമ്മളെ കയ്യിന്റെ മേലേക്ക് തന്നിട്ട് ആ ഗണ്ണ് റെസ്റ്റിലേക്ക് ആവും. അത് പക്ഷെ പിന്നെ ബുള്ളറ്റിനെ ബാധിക്കൂല. അതേമാതിരി തന്നെ ബുള്ളറ്റ് പിന്നെ എയർ ഫ്രിക്ഷൻ ആയിട്ട് പിന്നെ അവരെ സ്വന്തം കാര്യങ്ങളാണ് നോക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഡിഅറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അവർ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഈ എയർ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്തോണ്ട് ഈ ഇക്വേഷൻ പറഞ്ഞേ അതായത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിപ്പോ ബുള്ളറ്റ് എത്ര ദൂരം നീങ്ങും, ബുള്ളറ്റിന്റെ ട്രജക്ടറി എങ്ങനെയാ, ആ കാര്യങ്ങളൊക്കെ പറയാം. അവിടെ നെഗ്ലക്റ്റിംഗ് എയർ ഫ്രിക്ഷൻ ആണ്. In all these chapters, we are not taking air friction into consideration. Okay, the equations that we are using or the equations that we have formulated in projectile motion all are neglecting air friction. Okay, പക്ഷെ എയർ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എയർ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് വേറെ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ വരുത്തണം, ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ്. Thank you, sir. Okay, then let me stop this.